വിളങ്ങും തീരത്തുളിരാജാതി ഇശിക്കാക്കടലിന്റെ മോശത്തോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഈ ഭൗതികമായ ലോകത്ത് ഏറ്റവും കൂടുതൽ പടച്ചതമ്പുരാൻ സൗന്ദര്യം നൽകിയ വിശുദ്ധമായ ഖുർആൻ ശരീഫിൽ 27ഓളം തവണ പേര് പരാമർശിച്ച നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. ഏറ്റവും നല്ല കഥാകഥനം, ഏറ്റവും നല്ല ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ചരിത്രം പറഞ്ഞ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ആകട്ടെയായ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, കഥകളും വാതിലുകളും ജനതകളുമെല്ലാം ഭദ്രമായി അടയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, സുലൈഖ ജനലുകൾ അടയ്ക്കുകയാ, വാതിലുകൾ അടയ്ക്കുകയാ. ആരും കാണാത്ത മുറിയിലേക്ക്, ആരും അറിയാത്ത മുറിയിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വേണ്ടാവൃത്തിക്ക് വേണ്ടി ക്ഷണിക്കുകയാ, വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുകയാ. യൂസുഫ് നബി പറഞ്ഞു, നിന്റെ ചൊല്ലിപ്പടിക്ക് ഞാൻ നിൽക്കുകയില്ല, ആ പ്രവൃത്തി ഞാൻ ചെയ്യില്ല. ആരും കാണില്ല യൂസുഫ്, ആരും അറിയില്ല യൂസുഫ് എന്ന് പറയുമ്പോ ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ, ആര് കാണുമില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ. അല്ലാഹുവിന്റെ കണ്ണിനെ മറച്ചു വയ്ക്കാൻ